ഹമാൻ എന്ന് പറഞ്ഞ സാധനമാണ്. ഹമാൻ ഇതിൻ്റെ പുതുമ അറിയില്ല. ഇതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ടൊന്നും വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറയണമെങ്കിൽ, ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായി വീട്ടിൽ തന്നെ സേഫായി ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും അങ്ങനെ തന്നെയാണ്. ഏകദേശം ഒരു 10-15 ദിവസമായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട്. അപ്പം ഇന്ന് നമ്മളെ ഒന്ന് പുറത്തിറങ്ങുക. അപ്പോൾ പ്രത്യേകിച്ച് നമുക്കിപ്പോൾ പുറത്ത് പോയിട്ട് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ അല്ല. ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോവാണ്. നമ്മളെ കാറൊക്കെ എടുത്തിട്ട് ഒരുപാട് കാലമായി. കാരണം പുറത്തേക്ക് പോകാൻ ഒരു കാരണം ഉണ്ട് കേട്ടോ, വെറുതെ പോവല്ല. നമ്മളെ ഒരു ശബ്ദം കേട്ടില്ലേ, ഇതാ നമ്മളൊരു ബേർഡാണ്, കോക്കോട്ടയിലാണ്. അപ്പം അത് നമ്മളോട് നല്ല ടേംഡ് ആയതാണ്. അതിന് ഫുഡില്ല, തീർന്നു പോയി. അപ്പൊ അത് വാങ്ങാൻ പോവാണ്. തൊട്ടടുത്ത് തന്നെ ഒരു പെറ്റ്മാൾ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ ബേർഡിനെ കാണിച്ചിറങ്ങി. ആണ് നമ്മുടെ പക്രു എന്നാണ് ഇതിന്റെ പേരിട്ടത്. കോക്കോട്ടയിൽ അത്യാവശ്യം ടേംഡ് ആയതാണ്. വാ പക്രു, വാ വാ. ഇവരാണ് നമ്മളെ ആള്. ഇവന് ഫുഡ് തീർന്നു പോയി. അപ്പം ഫ്രണ്ട്സ്, വണ്ടി നിർത്തേ പോവാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടൊക്കെ കുറേ ദിവസമായി. ഒന്ന് പോയി നോക്കട്ടെ എന്താ സ്ഥിതി എന്നറിയില്ല. നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട്. മഴ കൊണ്ടിട്ട് ഒന്ന് വെളുത്തിട്ടുണ്ട് വണ്ടി. ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മൾ ആഴ്ചയിലൊരു 3 തവണയെങ്കിലും വണ്ടി സ്റ്റാർട്ട് ചെയ്തിടണം, അല്ലെങ്കിൽ പണി കിട്ടും. അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്കും റിലീസ് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കുറേ ദിവസം നിർത്തിയിട്ടിട്ടുണ്ടെങ്കിൽ ജാമാവും, വീല് ജാമാവും. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ എന്താവശ്യത്തിനാണ് പോകുന്നത് എന്നുള്ളത് ഒരു പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. അഥവാ പോലീസുകാർ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പം പോവാം കേട്ടോ. ഫ്രണ്ട്സ്, കഴിഞ്ഞ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ കണ്ടു ഈ ക്ലോക്ക് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന്. ഇത് ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അവിടെ വെച്ച് വിൽക്കുന്നുണ്ടായിരുന്നു. അവർ 200 രൂപ പറഞ്ഞു. ഞാൻ 100 രൂപയ്ക്ക് തരുമെന്ന് വെറുതെ, എനിക്ക് വേണ്ടില്ലായിരുന്നു, വെറുതെ ചോദിച്ചപ്പോൾ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അതേ ഉള്ളൂ അതിൻ്റെ വില എന്ന് തോന്നുന്നു. 100 രൂപയ്ക്ക് കിട്ടി. ഇതിപ്പോൾ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 3-4 മാസമായി. ഇതുവരെ അതിൻ്റെ ബാറ്ററി കംപ്ലൈൻറ്റ് ആവുക ഒന്നും ആയിട്ടില്ല. 100 രൂപയുള്ളൂ ഇതിന്. ഫ്രണ്ട്സ്, അപ്പോൾ വെള്ളിമാട് നിന്ന് ഞാൻ എൻ്റെ വീടിൻ്റെ അവിടുന്ന് ബൈപ്പാസിലേക്ക് കട്ട് ചെയ്യണം. ബൈപ്പാസിൽ നിന്ന് നേരെ നമുക്ക് ചേർമ്പലാണ് പോകേണ്ടത്. അവിടെയാണ് പെറ്റ്മാൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പെറ്റ്സിൻ്റെ ഒരു 3 നില ബിൽഡിംഗ് ആട്ടോ. A to Z സാധനങ്ങൾ കിട്ടും നമുക്ക്. ഫിഷിൻ്റെതാണെങ്കിലും ബേർഡ്സിൻ്റെതാണെങ്കിലും എല്ലാ ഫുഡ് ഐറ്റംസും എല്ലാ സാധനങ്ങളും. അപ്പോൾ ഫ്രണ്ട്സ്, പിന്നെ വേറൊരു കാര്യം, നമ്മളന്ന് എൻ്റെ കാറിൽ ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി അങ്ങ് എല്ലാവർക്കും അറിയുന്ന i20 ആണ്. പഴയ i20, 2011 ഡീസൽ. അപ്പം നമ്മളന്ന് ശ്യാമിൻ്റെ, തൃശ്ശൂരിലുള്ള കൊടകനുള്ള ശ്യാമിൻ്റെ അക്സസറീസ്, കാറിൻ്റെ അക്സസറീസിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടല്ലോ. അവിടെ നിന്ന് ഒരു ആൻഡ്രോയിഡ് ഇൻഫോടൈൻമെന്റ് സിസ്റ്റം ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 10 മാസത്തോളമായി വണ്ടി ഞാൻ വാങ്ങിച്ചിട്ട്. അപ്പം ഇതിലാദ്യം ആദ്യം ഇതിൻ്റെ കമ്പനി ഒരു സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്, CD ഒക്കെ ഉള്ള. അത് മാറ്റിയിട്ട് ഞാനൊരു ഇൻഫോടൈൻമെന്റ് സിസ്റ്റം വെച്ചിട്ടുണ്ടായിരുന്നു. അത് കോഴിക്കോട് തന്നെ വെച്ചത്. അത് വിത്തൗട്ട് ആൻഡ്രോയിഡ് സിസ്റ്റമാണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഒക്കെ, ക്വാളിറ്റി ഒക്കെ ഉണ്ട്. നമുക്ക് ഫോണും എല്ലാം ഡിസ്പ്ലേ ഒക്കെ ക്ലാരിറ്റി ഒക്കെ ഉണ്ട്, റിവേഴ്സ് ക്യാമറ ഒക്കെ ഉണ്ട്. അപ്പം അത് അഴിച്ചു വെച്ചിട്ടാണ് നമ്മൾ ഈ പുതിയ സിസ്റ്റം വെച്ചത്. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ തരാം, ഫ്രീ ആയിട്ട് തന്നെ തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറയുകയാണെങ്കിൽ, ജസ്റ്റ് ഒന്ന് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിലായിരിക്കും ഇതിൻ്റെ ഞാൻ ആരാ വിജയിന്ന് അനൗൺസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് തരാം. ഇനിയിപ്പം ഞാൻ നിങ്ങളോട് പറയാനുള്ളതെങ്കിൽ, ഇത് കാറൊക്കെ വാങ്ങിച്ച ആൾക്കാരുണ്ടാവും, സെക്കൻഡ് ഹാൻഡ് കാറൊക്കെ വാങ്ങിച്ച ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പം ഇതുപോലെ മ്യൂസിക് സിസ്റ്റം വാങ്ങാൻ പൈസയിലാണ് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അവർക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ജസ്റ്റ് എന്തെങ്കിലും ഒരു നല്ലൊരു കമൻറ്റ് ഇട്ടാൽ മതി. അതിൽ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഞാൻ ആ സിസ്റ്റം തരാം. വണ്ടിയുടെ ബാക്കിൽ തന്നെ ഉണ്ട്, വർക്കിംഗ് ആണ്, ഒരു കുഴപ്പമില്ല. ഞാൻ ആകെ ഒരു 6-7 മാസം ഉപയോഗിച്ചിട്ടേ ഉള്ളൂ. 1 ഇയർ വാറണ്ടി ഉണ്ട്, വാറണ്ടി കാർഡൊക്കെ ഉണ്ട് ഇതിൽ, ഞാൻ തരാം കേട്ടോ. അപ്പോൾ നിങ്ങളും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അതും കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ സാധനം വാങ്ങി വന്നിട്ട് ആ മ്യൂസിക് സിസ്റ്റം ഞാൻ കാണിച്ചു തരാം. ഓക്കെ. പിന്നെ നമ്മൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ കയറി ഫോളോ ചെയ്തിട്ട് അതിലായിരിക്കും ഞാൻ അനൗൺസ് ചെയ്യുക ആർക്കാണ് വിജയിന്നൊന്നുമില്ല. അത് നിസ്സാര കാര്യമാണ്. അന്ന് എനിക്ക് എത്ര ഫിറ്റിംഗ് 8500 രൂപയാണ് ആ സിസ്റ്റത്തിനായത്. പിന്നെ ഫിറ്റിംഗ് ചാർജ് അടക്കം ഒരു 10 രൂപേൻ്റെ അടുത്ത് ആയിട്ടുണ്ട്. അപ്പം ഞാൻ അത്ര ഒരു പഴക്കം ചെന്നിട്ടൊന്നുമില്ല, വർക്കിംഗ് ആണ്, അധികം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അതിനുശേഷമാണ് നമുക്ക് ഈ സിസ്റ്റം കിട്ടിയത്. അപ്പോൾ വണ്ടിയുടെ ബാക്കിൽ തന്നെ വെറുതെ കിടക്കുകയാണ്. എന്തായാലും ഞാൻ നിങ്ങൾക്ക് തരാം കേട്ടോ. ഓക്കെ. സിഗ്നലായിട്ട് അയ്യോ സിഗ്നൽ പോയി. വഴിയിലൊന്നും പോലീസുകാരെ കാണുന്നില്ല. കണ്ടിട്ടുണ്ടെങ്കിലും പേടിക്കല്ലേ, നമ്മളൊരു സാധനം കയ്യിലുണ്ടല്ലോ. ഫ്രണ്ട്സ്, നമ്മൾ കൊറോണ ഒക്കെ കഴിഞ്ഞിട്ട് കഴിയാൻ നമുക്ക് പ്രാർത്ഥിക്കാം.
കഴിഞ്ഞിട്ട് നമുക്ക് അടിപൊളി വീഡിയോസൊക്കെ ചെയ്യാം. നിങ്ങൾ പറയുന്ന വീഡിയോസാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇനി നമ്മൾക്ക് ഈ പ്രശ്നം കഴിഞ്ഞിട്ട് ആദ്യ വീഡിയോ എവിടെയാണ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യണം. നമ്മളിനി കോയമ്പത്തൂരാണോ അതുപോലെ തന്നെ സെക്കൻഡ് ചോയ്സ് ആണോ എവിടെ വേണമെന്ന് നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ അവിടെ പോയിട്ട് കിട്ടുന്ന വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതാണ്. ഓക്കെ, പക്ഷെ നമ്മളെ റോഡൊക്കെ എങ്ങനെ അടിപൊളിയല്ലേ. രാവിലെ നടക്കാൻ വരുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. പക്ഷെ ഇപ്പം നമുക്ക് പറ്റില്ലല്ലോ, കൊറോണ ആയി പോയില്ല മൊത്തം. ചേവരമ്പലം, കോഴിക്കോട് ചേവരമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ബൈപ്പാസിലാണ് ഈ പെറ്റ് മാള് പ്രവർത്തിച്ച് വരുന്നത്. ഇതാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളെ അവിടെ ഉള്ള ചേവരമ്പലുള്ള പെറ്റ് മാള്. ഇപ്പം കൊറോണ ആയിട്ട് മീനുകളൊക്കെ കുറവാണ്. ഞാൻ പുറത്തുനിന്ന് കാണിച്ചു തരാം. ഇവിടെ ഒരു കയറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഡിസ്കസ് ഫിഷ് ഉണ്ട്, ഇത് നമ്മളെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മീൻ ഗോൾഡ് ഫിഷ്, കാർപ്പ് ഇതാ എടുക്കുന്നുണ്ട്. നമുക്ക് ഉള്ളോട്ട് പോകാൻ പറ്റില്ല, അവർ ഫുള്ള് ലോക്ക് ചെയ്തിട്ടുണ്ട്. കോവിഡ് അല്ലേ, അപ്പോൾ അത് സേഫ് ആണല്ലോ. അപ്പോൾ നമുക്ക് നേരെ ഇതിന് മുന്നേ എനിക്ക് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെന്താണെന്ന് പറയുകയാണെങ്കിൽ അത് ബിസിനസ് ഇല്ലാണ്ട് പൂട്ടിപ്പോയി. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മളെ ഷോപ്പിലൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് പൂട്ടിപ്പോയി. ഇതാണ് നമ്മളെ ഏണൻറ്റി എന്ന് പറഞ്ഞ ഫുഡ്. ഇതാണ് നമുക്ക് ചെറിയ ബേഡ്സിനൊക്കെ നമ്മൾ ഹാൻഡ് ഫീഡൊക്കെ ചെയ്യുന്ന ബേഡ്സിന് കൊടുക്കുന്ന സാധനമാണ് ഇത്. 100 ഗ്രാമിന് എത്ര? 200 രൂപയാണ് 100 ഗ്രാമിന്. അപ്പോൾ നമുക്ക് പൈസ കൊടുത്തിട്ട് വേഗം ഇവിടുന്ന് എസ്കേപ്പ് ആവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് പോവാം. ഫ്രണ്ട്സ്, ഞാൻ കുറച്ച് തുളസീൻ്റെ ഇലയൊക്കെ പറിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്തിനാന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നല്ല വെള്ളം തിളപ്പിച്ചിട്ട് ഈ ഇല ഇട്ടിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഫക്കെട്ടൊക്കെ ഉണ്ട് പെട്ടെന്ന് പോകും, നല്ല സുഖം ഉണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി, സാധനങ്ങളൊന്നുമില്ല, ആ ഫുഡ് മാത്രം വാങ്ങി ബേർഡിൻ്റെ. ഞാൻ അവിടെ പോയിട്ട് അതിന് ഫീഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ലോക്ക്ഡൗണിൻ്റെ ഇഷ്യൂസൊക്കെ കഴിഞ്ഞ് കൊറോണയൊക്കെ കുറഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് വീഡിയോ ഏകദേശം നമ്മളിപ്പോൾ 2 ആഴ്ചയായി നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ട്. അടിപൊളി വീഡിയോ നമുക്ക് ചെയ്യാം. നിങ്ങൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഇടൂ. പിന്നെ അതുപോലെ തന്നെ ഞാൻ സെക്കൻഡ് ഹാൻഡ് നിങ്ങൾക്ക് തരാമെന്ന് വിചാരിക്കരുത്. കാരണം ഞാൻ വെറുതെയാണ് തരുന്നത്, അത് വർക്കിംഗ് ആണ്. ഞാൻ അധികം ഉപയോഗിച്ച് ആരാ വിജയ് എന്നുള്ളത് ഞാൻ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ തന്നെ അറിയിക്കാം. നമ്മളിപ്പോൾ ക്യാമറ ഒന്നും എടുത്തിട്ടില്ല, കാരണം ഇപ്പം ക്യാമറ ഒന്നും എടുത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ലല്ലോ. എൻ്റെ മൊബൈലിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. സാംസങ് A71 പറഞ്ഞ ഫോണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം സ്റ്റെബിലൈസേഷനൊക്കെ ഉണ്ട്. നമ്മൾ അഡീഷണൽ ഒരു ജിമ്പലിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. കാരണം വീഡിയോ എടുത്തിട്ട് തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, കാരണം ഷെയ്ക്കിങ് തീരല്ല. ആണ് കുറച്ച് പണി. ഫ്രണ്ട്സ്, എൻ്റെ വണ്ടി വീട്ടിലേക്ക് കയറില്ല കേട്ടോ. വീട്ടിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നിനുള്ള സൗകര്യം ഉണ്ടാവില്ല. മിറ്റം കുറഞ്ഞു പോകും. മിറ്റം കുറവാണ്, നമ്മളെ സ്ഥലം മൊത്തം വീടാണ്, അതാണ് പ്രശ്നം. ഈ വണ്ടീൻ്റെ ബാക്കിൽ അങ്ങോട്ട് പാർക്ക് ചെയ്യാൻ, ബാക്കിലൊരു മതിലുണ്ട്, കുഴപ്പമുണ്ടാവില്ലായിരിക്കും. റിവേഴ്സ് ക്യാമറ ഉണ്ടല്ലോ നമുക്ക്. ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ ഹമാൻ എന്ന് പറഞ്ഞ സാധനമാണ്. ഹമാൻ, ഇതിൻ്റെ പുതുമ മാറിയില്ല. ഇതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ. ഇത് 7 ഇഞ്ചാണ്. ഈ 7 ഇഞ്ച് സാധനമാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. അടിപൊളി വർക്കിംഗ് ആണ്, കുഴപ്പമില്ല. USB ഉണ്ട്. പിന്നെ എന്താണെന്ന് പറയുക പ്രശ്നം എന്താണെങ്കിൽ ഇത് ആൻഡ്രോയിഡ് അല്ല, പക്ഷേ നമുക്ക് ഫോണായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. ഫോണായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ഫോൺ പോലെ തന്നെ ഇത് യൂസ് ചെയ്യാം. ആൻഡ്രോയിഡ് മാറി തന്നെ ഉപയോഗിക്കാം ഫോണായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട, ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന മാക്സിമം സപ്പോർട്ട് ചെയ്യാം. കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യണം. അപ്പോൾ വൺസ് അഗൈൻ മീ സാലു.